തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രീഡം പ്രയറിന്റെ 25-ാമത്തെ ദിവസമാണെന്ന്, നവംബർ 25. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയ നല്ല ചിന്തകൾക്ക് കർത്താവിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈ മാസത്തിന്റെ ഈ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളായ നവംബർ 28, 29, 30 തീയതികളിൽ ഇരിട്ടി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് ഫ്രീഡം പ്രയറിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുക്കുവാനും സക്രിയാസ് മിഷൻ ടീം അവസരമൊരുക്കുകയാണ്. അന്നേ ദിവസം 28, 29, 30 തീയതികളിൽ ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് കുരിശിന്റെ വഴി ശുദ്ധീകരണാത്മാക്കൾക്ക് ഒത്തിരിയേറെ ആശ്വാസം നൽകുന്ന ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയും, തുടർന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും, അതിനെ തുടർന്ന് ചെറിയൊരു വചന സന്ദേശവും ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയും നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധി നമ്മൾ ഒന്നിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. 2:30 മുതൽ വൈകുന്നേരം 5:30 വരെയുള്ള സമയത്ത് ഈ ശുശ്രൂഷകളെല്ലാം നടക്കും. ഇരിട്ടിയിലുള്ള സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ആ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആ ദിവസം നിങ്ങളിൽ 3 ദിവസം ഇനി വരാൻ സാധിക്കാത്തവരായിരുന്നാലും വീട്ടിലിരുന്നു കൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയ ദൈവാനുഗ്രഹങ്ങൾ ആ ദിവസങ്ങളിൽ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവർ ആ ദിവസങ്ങളിൽ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് ത്യാഗത്തോടുകൂടെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യമാണ്. പ്രഭാഷകൻ 3:3. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ വേദനിക്കണം എന്നാഗ്രഹിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, പലപ്പോഴും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞതാണ് പലപ്പോഴും. എന്നാലും അവയെ സന്മനസ്സോടുകൂടെ നമ്മുടെ തന്നെ പാപത്തിന് പ്രായശ്ചിത്തമായി അവ അനുഷ്ഠിച്ചാൽ, അവ ചെയ്താൽ അതുവഴി പാപങ്ങൾക്ക് പരിഹാരമാകും എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രിയ മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്. അത് വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്ന പ്രവൃത്തിയാണ്. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായും വലിയ നിക്ഷേപമായും ദൈവസന്നിധിയിൽ അത് പരിഗണിക്കപ്പെടും എന്നാണ് തിരുവചനം പ്രഭാഷകൻ 3:3 നമ്മളോട് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്നതിനിടയിൽ ഒരു ദിവസം മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് ക്ലാസ് എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു, മുഖം വല്ലാതിരിക്കുന്നു. ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ബ്രദറെ, ഞങ്ങളുടെ അപ്പച്ചൻ എല്ലാ ദിവസവും കള്ളു കുടിച്ച് വീട്ടിൽ വരും, വലിയ ബഹളം ഉണ്ടാക്കും, അമ്മയെ വെറുതെ പിടിച്ചടിക്കും, വീട്ടിലെ പാത്രങ്ങളൊക്കെ വലിച്ചെറിയും, ഒരു സമാധാനമില്ല, പഠിക്കാൻ പോലും പറ്റുന്നില്ല, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. ചില രാത്രികളിൽ പേടിച്ച് ഞങ്ങള് പറമ്പിലാണ് കിടന്നുറങ്ങുന്നതെന്ന് വരെ ആ കുട്ടി പറയുകയാണ്. എന്നിട്ട് അവസാനം ആ കുട്ടി ചോദിക്കുകയാണ്: ഈ അപ്പയെ ഞാൻ എങ്ങനെ ബഹുമാനിക്കും? ഈ അപ്പയെ ബഹുമാനിക്കണോ? ബ്രദർ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിനുള്ള ഉത്തരം? അതിന് ബഹുമാനിക്കണം എന്ന് തന്നെയാണ് ഉത്തരം പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം നീ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് കർത്താവ് 4-ാം പ്രമാണത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ, ആ പിതാവിന്റെ സ്വഭാവമോ ആ പിതാവിൽ നിന്നുണ്ടാകുന്ന നന്മയോ തിന്മയോ നോക്കിയിട്ട് ബഹുമാനിക്കുക എന്നല്ല പറയുന്നത്. മറിച്ച് നമുക്ക് ജന്മം നൽകിയ വ്യക്തികൾ എന്ന പരിഗണനയിൽ നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ വേണ്ടി
ദൈവത്തിന് എൻ്റെ അപ്പനെയും അമ്മയും വേണമായിരുന്നു. അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത 2 വ്യക്തികളാണ് എൻ്റെ അപ്പനും അമ്മയും. ആ വ്യക്തികളില്ലെങ്കിൽ നമ്മളില്ല. ആ വ്യക്തികളില്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ അപ്പനെ എല്ലാ കുറവുകളോടും കൂടെ ഞാൻ സ്നേഹിക്കണം, മനസ്സിലാക്കണം. അമ്മയുടെ എല്ലാ കുറവുകളോടും പോരായ്മകളോടും കൂടെ തന്നെ നമ്മൾ അംഗീകരിച്ച് സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നാണ് തിരുവചനം ആവശ്യപ്പെടുന്നത്. കാരണം കുറവുകളില്ലാത്ത ആരുമില്ല, കുറ്റങ്ങളില്ലാത്ത ആരുമില്ല. നന്മകൾ മാത്രം നോക്കി സ്നേഹിക്കാനും ബഹുമാനിക്കാനും നോക്കിയാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും വളരെ പ്രയാസമായിരിക്കും. എന്നാൽ കർത്താവ് ഇവിടെ നമ്മോട് പറയുന്നത് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്ന് കൃത്യമായും വ്യക്തമായിട്ടും പറയുമ്പോൾ കർത്താവ് നൽകിയ ആ കൽപ്പനയെ നമ്മൾ അംഗീകരിച്ച് അത് എത്ര ക്ലേശമുള്ളതാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നാലും നമ്മളത് ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. അതാണ് പ്രഭാഷകൻ 3:3 വ്യക്തമാക്കുന്നത്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്നാണ് പറയുന്നത്. പിതാവിനെ ബഹുമാനിക്കുന്നവനാകട്ടെ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. നമ്മളെത്ര ബഹുമാനിച്ചിട്ടും നമ്മളെത്ര സ്നേഹിച്ചിട്ടും അവരിൽ നിന്നും വേണ്ടത്ര സ്നേഹം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള പെരുമാറ്റങ്ങൾ അവരിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലും, അംഗീകാരങ്ങൾ അവരിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ കൽപ്പനയാകയാൽ അത് എത്ര ക്ലേശകരമായിരുന്നാലും എത്ര പ്രയാസമുള്ളതായിരുന്നാലും ദൈവനാമത്തെ പ്രതി, ദൈവത്തിന്റെ കൽപ്പന ആയതിനാൽ നമ്മളത് അനുസരിക്കുമ്പോൾ അതിന് കർത്താവാണ് പ്രതിഫലം തരുന്നത്, മാതാപിതാക്കളല്ല. ധാരാളം വ്യക്തികളുടെ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളെ അവരർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുത്ത് ശുശ്രൂഷിച്ച ആ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നിശ്ചയപ്രകാരം അവർ 2 പേരും വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചതിലാണ് നമുക്ക് അവരുടെ കുഞ്ഞായി പിറക്കാനായിട്ട് സാധിച്ചതും അവരുടെ സംരക്ഷണയിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറുകയില്ലായിരുന്നു. ഇപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പദ്ധതിയിൽ സഹകരിച്ചവർ എന്ന നിലയിൽ അവർക്ക് ഉള്ളൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അതിനുള്ള പ്രതിഫലമായിട്ട് നമുക്ക് തരുന്ന കാര്യമാണ് പ്രഭാഷകൻ 3:3 നമ്മോട് വ്യക്തമാക്കി തരുന്നത്. ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങള് ഇടവകയിലെ ഓരോ വീടുകളും കയറി ഇറങ്ങി അവിടെയുള്ള യുവജനങ്ങളെ സന്ദർശിക്കുകയും നല്ല ദൈവവചനം ഉൾക്കൊള്ളുന്ന മാസികകൾ ഞങ്ങൾ വിതരണം ചെയ്യുകയും വീടുകളിൽ രോഗികളായിട്ടുള്ളവരെ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ മക്കളും മാതാപിതാക്കളും എല്ലാവരും കൂടി ഇങ്ങനെ വീടിന്റെ ഇറയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ദൂരേന്ന് വരുന്നത് കണ്ടപ്പോഴേ അതിലൊരു മകൻ അടുത്തിരുന്ന അമ്മയ്ക്കിട്ട് കാലുകൊണ്ട് ഒറ്റ തട്ട് കൊടുത്തിട്ട് കയറിപ്പോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. എനിക്ക് പെട്ടെന്ന് തന്നെ ചങ്കിലത് വല്ലാതെ കൊണ്ടു. എനിക്ക് സങ്കടം തോന്നി. അമ്മയുടെ മുഖം മാറുന്നത് അമ്മ ഉള്ളിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപില് ചിലപ്പം ചില വാക്കുകൾ, നമുക്കിഷ്ടമില്ലാത്ത വാക്കുകൾ പറയുമായിരിക്കും. പെരുമാറ്റങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകുമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പ്രായത്തിന്റെ സവിശേഷത കൊണ്ടും അല്ലെങ്കിൽ അവർ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടും കുറവുകൾ കൊണ്ടും ഒക്കെ അവരിൽ പലതരത്തിലുള്ള കുറവുകൾ ഉണ്ടാകാം. അറിവിന്റെ കുറവുണ്ടാകാം. ഇതിനെയൊക്കെ നമ്മൾ നാണക്കേടായി കാണാതെ അല്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും കുറവ് വരുത്തും എന്ന് ചിന്തിച്ച് അവരെ അകറ്റി നിർത്തുന്നതും അവരെ വേദനിപ്പിക്കുന്നതും ദൈവസന്നിധി വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 3:3 ഈശോ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഈ ഒരു മനോഭാവത്തോടു കൂടെ കാണാം. അവരുടെ കുറവുകൾ ശരിയാണ്, പോരായ്മകളുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ചിലപ്പോൾ കാണും. അപ്പൊ അങ്ങനെ എന്തെല്ലാം സംഭവിച്ചാൽ നമ്മൾ ആ സമയത്ത് ഓർക്കണം, നമ്മളും കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ പോരായ്മകളെ ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുകയും
നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കപ്പെടുകയും ചെയ്യും. പ്രയാസമുള്ള കാര്യമാണെന്നറിയാം, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ദിവസം അത് കടന്നു വരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആത്മാർത്ഥമായി മനസ്സിലാക്കി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാനും സ്വർഗത്തിലെ നിക്ഷേപമായി മാറുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണം വഴി വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ പ്രായശ്ചിത്തം ജീവിതകാലത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ നിക്ഷേപം പ്രഭാഷകൻ 3:3 പറയുന്ന നിക്ഷേപം കരുതി വയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അവരുടെ മാതാപിതാക്കളോട് അവർക്ക് വേണ്ട രീതി ബഹുമാനവും സ്നേഹവും കൊടുത്ത് ആദരിക്കാനായിട്ട് മരണം വഴി വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുമായിട്ടുള്ള ഇടപെടലുകളിൽ നമുക്കുണ്ടാകുന്ന വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. സാധിക്കുമെങ്കിൽ പ്രായമായവരെയൊക്കെ ഒന്ന്, നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെയൊക്കെ പോയി ഒന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യാൻ, അങ്ങനെ ആ പ്രവൃത്തി, ആ ഒരു സമയം ചെലവഴിച്ചതിൻ്റെ ആ ത്യാഗം നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. അതുപോലെ ഞങ്ങളുടെ സക്കറിയാസ് മിഷൻ എന്ന ടീമിന്റെ പ്രധാന ശുശ്രൂഷയാണ് 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹ സംഗമങ്ങൾ സംഘടിപ്പിക്കുക. അവരുടെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ കേൾക്കുക, അവരെ ആശ്വസിപ്പിക്കുക, എല്ലാം പരിഹരിക്കാനായിട്ട് സഹായിക്കുക. ഇതൊക്കെ സക്കറിയാസ് മിഷൻ ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ചേരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ടീമിനോട് ചേർന്ന് പ്രവർത്തിച്ച് വൃദ്ധ മാതാപിതാക്കൾ, 60 വയസ്സിന് മുകളിലുള്ള എത്ര പ്രായമായവരായിരുന്നാലും അവരെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കുകാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ മെസ്സേജ് അയക്കാം. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അയച്ചു തന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയങ്ങളിൽ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെയും പങ്കുചേർക്കാനായിട്ട് സാധിക്കും. ആ ശുശ്രൂഷകൾ നമ്മുടെ മരണം വഴി വേർപെട്ടുപോയ മാതാപിതാക്കൾക്കായിട്ട് കാഴ്ചവെക്കുകയും നമ്മുടെ തന്നെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി നമുക്ക് സമർപ്പിക്കാനായിട്ടും സാധിക്കും. അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതാപിതാക്കളെ നൽകി ഈ ഭൂമിയിൽ ഒരു ജന്മം നൽകിയതിനെ ഓർത്ത്, മാതാപിതാക്കളോട് നമ്മളെ വളർത്തിയതിനെ ഓർത്ത്, കുഞ്ഞുനാളിൽ നമ്മുടെ ജീവനെ പരിരക്ഷിച്ച, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നൽകി ഞങ്ങളെ രക്ഷിച്ച പ്രിയ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളൊഴിയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ.
സഭ മുഴുവൻ കത്തി പടരട്ടെ